ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ വോട്ട് ചെയ്തില്ലെങ്കിൽ ദൈവം ചോദിക്കുമെന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. അതേസമയം പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി MB രാജേഷിന്റെ പ്രചാരണ റാലിയിൽ വടിവാൾ കണ്ട സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ DGPയോട് റിപ്പോർട്ട് തേടി. സേഫ് സൈനുലാബ്ദീൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സേഫ്, മന്ത്രി കടകംപള്ളിയുടെ പ്രസ്താവനയ്ക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു തിരിച്ചടിയാണോ ഇപ്പോൾ നേരിടുന്നത്? സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതും സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ താക്കീത് ചെയ്തിരിക്കുന്നത്. ആ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ അത് വാങ്ങിയിട്ട് ഇടത് സർക്കാരിന് വോട്ട് ചെയ്തില്ലെങ്കിൽ ദൈവം ചോദിക്കുമെന്നായിരുന്നു കണ്ണൂരിൽ നടന്ന ഒരു പ്രചരണ പരിപാടിയിൽ അദ്ദേഹം സംസാരിച്ചത്. ഇതിനെതിരെ പ്രതിപക്ഷം നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ടിക്കാറാം മീണ ഒരു കത്ത് മുഖേനയാണ് ദേവസ്വം മന്ത്രി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇത് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ പ്രസ്താവന നടത്തുമ്പോൾ ജാഗ്രത പാലിക്കണം, ഇനി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ആവർത്തിക്കരുത് എന്ന താക്കീത് കൂടി ചീഫ് സെക്രട്ടറി മുഖേന നൽകിയ കത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വോട്ട് തേടുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. ദൈവത്തിന്റെ പേരിൽ നീതിയുക്തമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് തേടുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 123 പ്രകാരവും തെറ്റാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനി ഇത്തരത്തിലുള്ള നടപടികൾ ആവർത്തിക്കരുത് എന്ന താക്കീത് കൂടി ദേവസ്വം മന്ത്രിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടേണ്ടത്. ഇത് ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് അത്തരത്തിലൊരു ഇടപെടൽ കൂടി കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. പാലക്കാട് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി MB രാജേഷിന്റെ പ്രചരണ ജാഥയ്ക്കിടയിൽ വന്ന ഒരു യാത്രികന്റെ ബൈക്കിൽ നിന്ന് വടിവാൾ വീണ സംഭവം നേരത്തെ തന്നെ വിവാദമായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും പ്രതിപക്ഷമടക്കം രംഗത്ത് വരികയും ചെയ്തതിന് പിന്നാലെ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവിയോട് സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അത്തരത്തിലുള്ള ആവശ്യമാണ് കമ്മീഷൻ ഇന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയോട് അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചറിയുകയും സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വടിവാളും മറ്റും അത്തരത്തിലുള്ള ഉപകരണങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കരുത് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് സമാധാനപരമായ തെരഞ്ഞെടുപ്പിന് വിഘാതം ഉണ്ടാക്കും. അതുകൊണ്ട് കർശനമായ ഇടപെടൽ ഉണ്ടാകണമെന്ന നിർദ്ദേശം കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ DGPയോട് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ എത്രയും വേഗം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ആവശ്യം കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ DGPക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. സേഫ് സൈനുലാബ്ദീൻ, തിരുവനന്തപുരത്ത് നിന്ന്.